രഞ്ജിനി, ഒരു വല്ലാത്ത വാതിലാണ് UDFന്റെ കയ്യിലുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് തുറക്കാം, ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കാം, അല്ലെങ്കിൽ അടയ്ക്കാതെയും തുറക്കാതെയൊക്കെ വയ്ക്കാം. അങ്ങനെ ഒരു പ്രത്യേക വാതിലാണ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രം ആശയക്കുഴപ്പവും കൺഫ്യൂഷനുമാണ് കഴിഞ്ഞ 6 ദിവസമായി നമുക്കിടയിൽ ഇങ്ങനെ പ്രസ്താവനകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. UDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്, എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞു. ഈ ഒരു ചർച്ച ഞങ്ങൾ വാതിൽ അടച്ചോ ഒന്നും വാതിൽ തുറന്നു ഒന്നും ഞങ്ങൾ പറയുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നോമിനേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2-ാം തീയതിയാണ്. 2-ാം തീയതി നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം പിൻവലിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാലേ ആരൊക്കെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് വ്യക്തമാകത്തുള്ളൂ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥിയായതോടുകൂടി ആ കൺഫ്യൂഷൻ അങ്ങ് തീരുമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ദേ കിടക്കുന്നു. വീണ്ടും അടൂർ പ്രകാശ് ആ കൺഫ്യൂഷൻ ഒന്നും കൂടി ഒന്ന് ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം സതീശൻ പറഞ്ഞതിൽ നിന്ന് നേരെ വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നാമനിർദ്ദേശ പത്രിക നൽകുന്നത് മാത്രമല്ല, പിൻവലിക്കുന്ന ദിവസം വരെ കൂടി കാത്തിരിക്കണം എന്ന് പറയുന്നതിലൂടെ അൻവറിനെ എങ്ങനെയും ഏത് രീതിയിലും പിന്നെയും മെരുക്കാൻ കഴിയും, വേണമെങ്കിൽ അൻവറുമായിട്ടുള്ള ചർച്ചകൾ അണിയറയിൽ കർട്ടന് പിന്നിൽ തുടരും എന്നുള്ളൊരു സൂചന കൂടിയാണ് അത് നൽകുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?